ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ വഴി അമേരിക്കയിലേക്കൊരു കച്ചവട പാത, ഇതിനെക്കുറിച്ച് ട്രംപും മോദി കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും വിവരങ്ങൾ ചർച്ച ചെയ്യുകയോ മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന മറ്റേ മാധ്യമ സമ്മേളനത്തിൽ ട്രംപ് അത് പറയുകയും ചെയ്തിരുന്നു. ഇങ്ങനെ മോദിയുമായിട്ടൊരു ചർച്ച നടന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ വാണിജ്യപാത, കച്ചവടപ്പാതയാണ് ഇത്. ഇന്ത്യയിൽ നിന്ന് ഇസ്രയേൽ, ഇറ്റലി വഴി അമേരിക്കയിലേക്കുള്ള പാതയാണത്. അതിൻ്റെ അകത്ത് ധാരാളം തുറമുഖങ്ങളുണ്ടാവും, റെയിൽ പാതകളുണ്ടാവും, അണ്ടർ സീ സമുദ്ര അന്തർഭാഗത്തിൽ കൂടി കേബിളുകളും ധാരാളം ഉണ്ടാവും, ഒരുപാട് കേബിളുകൾ എന്ന് ട്രംപ് പറഞ്ഞു. ഇത് നമ്മുടെ വിദേശകാര്യമന്ത്രി, ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറും ഇസ്രയേലിൻ്റെ വിദേശകാര്യമന്ത്രി ഗിദിയോൺ സാറും കഴിഞ്ഞ ദിവസം ഈ കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനൊരു പാതയെപ്പറ്റി. ഇത് കുറച്ചു കാലമായിട്ട് ആലോചനയിലുള്ളൊരു പാതയാണ്. ഇപ്പോൾ ട്രംപും മോദിയും കൂടി ചർച്ച ചെയ്ത് കണ്ടുപിടിച്ചൊരു പാതയല്ല. അതായത് ചൈനയ്ക്ക് ഒരു പദ്ധതിയുണ്ട്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട്, BRI എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ അയലത്തെ പല രാജ്യങ്ങളിലുമൊക്കെ ഈ BRI റെയിൽ പാതകൾ, റോഡുകൾ, തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ ഒക്കെ പണിതിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഇവിടെയൊക്കെ. ശ്രീലങ്കയിലാണെങ്കിൽ ഹംബൻ തോട്ട എന്ന് പറഞ്ഞ തുറമുഖം, അത് ചൈനയുടെ കയ്യിലാണ്. മാലദ്വീപ് ഈ BRI സ്വീകരിച്ചിട്ടുണ്ട്. ചൈന പോയി അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പല രാജ്യങ്ങളിലും നടപ്പാക്കുക, ആ രാജ്യങ്ങളൊക്കെ കടക്കണിയിലാവുക, ഇതാണ് പദ്ധതി. ഇന്ത്യയും അത് ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് ചൈനയ്ക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ഏറ്റെടുക്കില്ലല്ലോ BRI. അപ്പൊ ഈ ചൈനയുടെ ഈ BRI നമ്മുടെ ഈ പാക് അധിനിവേശ കശ്മീർ വഴിയും പോകുന്നുണ്ട് ഈ BRI. നമുക്കും ഭീഷണിയാണിത്. അപ്പോൾ അതിന് ബദലായിട്ടുള്ളൊരു പദ്ധതി ആണിത് ശരിക്കും, ഇങ്ങനെ ഒരു പദ്ധതി. പിന്നെ ഇത് സൂയസ് കനാൽ ഉണ്ടല്ലോ, ഈജിപ്തിലെ സൂയസ് കനാൽ വഴിയാണല്ലോ പല കച്ചവടങ്ങളും കപ്പലുകളും കടന്നു പോകുന്നത്, ചരക്ക്. അതിപ്പോ ഈ ഹമാസിന്റെ ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം അതുവഴി പോവാതെ വേറെ കച്ചവടപ്പാതകൾ തേടേണ്ടി വന്നു, ചെലവ് കൂടി, അങ്ങനത്തെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി. അപ്പോൾ സൂയസ് കനാലിന് പകരമുള്ള ഒരു കച്ചവടപ്പാതയും ആയിരിക്കും ഈ പാത വരുമ്പോൾ. അപ്പോൾ ഇസ്രയേൽ ടെലിവിഷനായിട്ടുള്ള കാൻ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്തിരുന്നു, കച്ചവടപ്പാതകളിൽ പരമാവധി ചൈനീസ് സ്വാധീനം കുറയ്ക്കുക, BRIയുടെ സ്വാധീനം കുറയ്ക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് ഇസ്രയേലിൻ്റെ ടെലിവിഷൻ ചാനലിൽ പറയുകയും ചെയ്തിരുന്നു. ഇത് ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റലിയുടെ കാര്യം പറഞ്ഞല്ലോ, യൂറോപ്പിന്റെ ഭാഗമാണ്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ, സാമ്പത്തിക ഇടനാഴി. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നാണ് അറിയപ്പെടുന്നത്. ഏഷ്യ, ഗൾഫ്, യൂറോപ്പ് എന്നും പറയാം. IMEC എന്ന ചെറിയ ഷോർട്ട് ഫോം പറയാറുണ്ട്, IMEC. അപ്പോൾ UAE, സൗദി അറേബ്യ, ഇസ്രയേൽ, ഗ്രീസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിരിക്കും. 2023 സെപ്റ്റംബർ 9 ഇതിൻ്റെ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു ഈ വിവിധ രാജ്യങ്ങൾ. അതായത് 2 കൊല്ലം മുമ്പ് തന്നെ ഇതിൻ്റെ ആലോചനകൾ നടന്ന് ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ധാരണാപത്രം ഒപ്പിട്ടിരുന്നത് ഡൽഹിയിൽ വെച്ച് നടന്ന G20 ഉച്ചകോടിയിൽ വെച്ചാണ് ഇത് ഒപ്പിട്ടിരുന്നത്. അപ്പോൾ ഇന്ത്യ, പിന്നെ അമേരിക്ക, UAE, സൗദി അറേബ്യ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, യൂറോപ്യൻ യൂണിയൻ, ഇതൊക്കെയാണ് ഈ G20 രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുത്ത് ഇതിലൊക്കെ ഒപ്പിട്ട് വയ്ക്കുന്ന രാജ്യങ്ങൾ. യൂറോപ്പും ഏഷ്യയും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു കച്ചവട പാതയാണിത്. തീവണ്ടികൾ, കപ്പലുകൾ ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. BRIക്കെതിരെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ MOUയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത് ഈ ഭൂപ്രദേശങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ധാരണാപത്രത്തിൽ.
ഇടനാഴി ഭൂപ്രദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ഇടനാഴിയായിരിക്കും പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇത് BRIക്ക് ബദലാണെന്നോ സൂയസ് കനാലിന് ബദലാണെന്നോ ഒന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. സൂയസ് കനാൽ വഴിയുള്ള ഗതാഗതത്തിനൊരു മത്സരം കൊടുക്കുക എന്നുള്ളതാണ് ഈ ബദൽ പദ്ധതിയുടെ ഉദ്ദേശം. ഇസ്രയേൽ ഹമാസ് യുദ്ധം കാരണം അതുവഴിയുള്ള കച്ചവടം ഒക്കെ വളരെ കാലതാമസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വേറെ വഴിക്കൊക്കെയാണ് പോകുന്നത്. ആ വഴിയിലൊക്കെ ആണെങ്കിൽ ഈ ഹൂത്തികളുടെ ആക്രമണവും ഒക്കെ നടക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. യൂറോപ്പ് ഏഷ്യ കച്ചവടത്തിന് ഇപ്പോൾ യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള കച്ചവടത്തിന് ഇപ്പോൾ സൂയസ് കനാൽ വേണം. അപ്പോൾ 193 കിലോമീറ്ററാണ് സൂയസ് കനാൽ. അപ്പോൾ ഈജിപ്തിലാണ് അത് ഹൂത്തികളുടെ ഉപരോധം കാരണം സൂയസ് കനാൽ ബൈപ്പാസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കച്ചവടമൊക്കെ ഈ ഒക്ടോബർ 7-ന് ശേഷം നടന്നുകൊണ്ടിരുന്നത്. അത് ചിലവേറിയ പരിപാടിയായിപ്പോയി, കാലതാമസവും വന്നു. ഈ 2024 ജൂണിൽ ഇൻഡോ മെഡിറ്ററേനിയൻ ഇനീഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ടാക്കി. അത് IMI എന്ന് പറയുന്നത് ഇൻഡോ മെഡിറ്ററേനിയൻ ഇനീഷ്യേറ്റീവ്. ആ ഇനീഷ്യേറ്റീവാണ് ഈ സാമ്പത്തിക ഇടനാഴിയുടെ മേൽനോട്ടം വഹിക്കുക, എങ്ങനെ അത് പുരോഗമിക്കുന്നു എന്നൊക്കെ നോക്കുന്നത്. 2023 സെപ്റ്റംബറിൽ ഈ ഇടനാഴിയിൽ തുർക്കിയെ ഉൾപ്പെടുത്താത്തതിൽ തുർക്കിയുടെ പ്രസിഡന്റ് എർദോഗൻ പ്രതിഷേധിച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് ഈ എർദോഗൻ വേറൊരു ബദൽ പദ്ധതി ആവിഷ്കരിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് ഇറാഖ് ഡെവലപ്മെന്റ് റോഡ് എന്നാണ് പറഞ്ഞത്, ഇറാഖ് വികസന പാത എന്നാണ് പറഞ്ഞത്. അത് ഗൾഫിനെയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് എന്ന് അയാൾ പറഞ്ഞിരുന്നു. റെയിൽവേ, ഹൈവേ, തുറമുഖങ്ങൾ ഒക്കെ UAE, ഖത്തർ, ഇറാഖ്, UAE, ഖത്തർ, ഇറാഖ്, തുർക്കി ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സംഗതി ഇന്ന്. അപ്പോൾ അതിൽ ഇറാഖിലെ ഗ്രാൻഡ് ഫോ എന്ന് പറഞ്ഞ തുറമുഖം ഇതിൻ്റെ ഭാഗമായിരിക്കുന്നു ഒക്കെ പറഞ്ഞു. അതാണ് ഗൾഫിൻ്റെ വടക്കേ അറ്റം ആണ് ഈ ഗ്രാൻഡ് ഫോ തുറമുഖം എന്ന് പറയുന്നത്. അപ്പോൾ സൗദിയും UAEയും ഈ ഇടനാഴിയെ ചൈനയ്ക്കുള്ള ബദൽ പദ്ധതിയായിട്ടോ വെല്ലുവിളിയായിട്ടോ ഒന്നും കരുതുന്നില്ല. അവർക്ക് ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. 2024 സെപ്റ്റംബറിൽ നെതന്യാഹു ഇങ്ങനെ ഒരു ഇടനാഴി വരുന്നത് വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ഇറാനാണ്. അത് ഐക്യരാഷ്ട്രസഭയിലൊരു പ്രസംഗത്തിലാണ് നെതന്യാഹു പറഞ്ഞത് 2024 സെപ്റ്റംബറിൽ. ഇറാനാണ് ഇപ്പോൾ ലോകത്തിൻ്റെ ശാപം. അതുകൊണ്ട് ഇങ്ങനൊരു ബദൽ ഇടനാഴി, അതായത് ഇസ്രയേൽ, ഇറ്റലിയൊക്കെ വഴി അമേരിക്കയിലെത്തുന്ന, ഇന്ത്യയിൽ നിന്ന് ഉള്ള, ഇന്ത്യ, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക എല്ലാത്തിനെയും കൂടി ബന്ധിപ്പിക്കുന്ന ഒരു കച്ചവട ഇടനാഴി. അത് അനുഗ്രഹമാണ്. ഇറാൻ ശാപമായി കാലത്ത് വലിയ അനുഗ്രഹമാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ട്രംപും മോദിയും തമ്മിലുള്ള ഉച്ചകോടിയിൽ ഇതും ചർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ഇടനാഴി അനിവാര്യമാണ്. അത് താമസിയാതെ നിലവിൽ വരുന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ ഇപ്പോൾ സൂയസ് കനാൽ അല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല എന്നുള്ളത് മാറും. വേറൊരു കച്ചവടപ്പാത, ഒരു ആഗോള കച്ചവടപ്പാത വരുന്നു, ഇന്ത്യയെ ബന്ധിപ്പിക്കുന്നു. അപ്പോൾ പണ്ടൊക്കെ കടൽ വഴിയായിരുന്നല്ലോ ഈ അറബ് ലോകത്തിൽ നിന്ന്, ചൈനയിൽ നിന്നൊക്കെ ഇന്ത്യയിലേക്കുള്ള കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ സിൽക്ക് റോഡ് വഴിയൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു. ഒരു പുതിയ കച്ചവടപ്പാത ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇന്ത്യയും ഇസ്രയേലും ഒക്കെ തമ്മിൽ, ഇന്ത്യയും ഇസ്രയേലും സുഹൃത്തുക്കളാണ്. ഇറ്റലി, മെലോണിയും വലിയ സുഹൃത്താണ് ഇന്ത്യയുടെ, ട്രംപും വലിയ സുഹൃത്താണ്. ഈ സുഹൃത്ത് രാജ്യങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചിട്ട് അമേരിക്ക വഴി ഒരു ഇടനാഴി. അപ്പോൾ കൂടുതൽ കച്ചവടത്തിനും സൗകര്യമുണ്ട്. തുറമുഖങ്ങളും ഒക്കെ കൂടുതൽ ഏറ്റെടുക്കാനും ഒക്കെ കഴിയും. പല സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യക്കുമൊക്കെ തുറമുഖങ്ങൾ ഏറ്റെടുക്കാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. നമുക്കിപ്പോൾ ഇറാനിലൊരു ചാബഹാർ തുറമുഖം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്
അമേരിക്ക ഇളവുകൾ തരുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട്. കാരണം ഇറാൻ ഉപരോധമുണ്ടല്ലോ. ഇറാൻ്റെ ഉപരോധത്തിൽ ഈ ചാബഹാർ തുറമുഖവും പെടുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് ഇറക്കിയ ഒരു ഉത്തരവിൽ ചാബഹാർ തുറമുഖവും വരുന്നുണ്ട്. അത് വേറൊരു വിഷയമാണ്. ബംഗ്ലാദേശിൽ മംഗള തുറമുഖം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇന്ത്യ. പക്ഷെ ബംഗ്ലാദേശിന്റെ ഇന്നത്തെ അവസ്ഥയിൽ അതും വലിയ ഗുണമില്ലാത്തതാണ്. നമുക്ക് വേറെ തുറമുഖങ്ങൾ മൗറീഷ്യസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളൊരു വൻ ശക്തിയായിട്ട് വളരുന്നതുകൊണ്ടാണ് വേറെ പല സ്ഥലങ്ങളിലൊക്കെ താവളങ്ങൾ നമുക്കുള്ളത്. നമുക്ക് താജിക്കിസ്ഥാനിലൊക്കെ താവളങ്ങളൊക്കെ ഉണ്ട്, വ്യോമതാവളവും ഒക്കെ ഉണ്ട്. അപ്പോൾ ചൈനയ്ക്ക് പക്ഷെ കുറച്ചുകൂടി കൂടുതലുണ്ട് തുറമുഖങ്ങൾ. നമുക്ക് മ്യാൻമാറിൽ തുറമുഖം സിത്വേ നമ്മളുടെ തുറമുഖം അവിടെ ചൈനയ്ക്കും ഉണ്ട് ഒരു തുറമുഖം, അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് കച്ചവടത്തിന് ഈ രാജ്യങ്ങളൊക്കെ ആയിട്ടുള്ള കച്ചവടം, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക ഇല്ലേ, പിന്നെ ഇസ്രയേൽ, ഇങ്ങനെയുള്ള കച്ചവടത്തിന് കൂടുതൽ സൗകര്യം വരുന്നൊരു പാത ഉടനെ ഉണ്ടാവും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.